ത്രില്ലർ രംഗത്തെ വേറിട്ട ശബ്ദമെന്ന് വിശേഷിപ്പിക്കാവുന്ന രചനകളിലൂടെ ജനശ്രദ്ധയാകർഷിച്ച ശ്രീ N.K. ശശിധരന്റെ ത്രില്ലർ നോവൽ വരൂ ശ്രീനിലയത്തിലേക്ക് പോകാം. കേൾക്കൂ നോവലിസ്റ്റിന്റെ ശബ്ദത്തിൽ. നഗരത്തിൽ നിന്നും അകന്ന് ഗ്രാമഹൃദയത്തിൽ ഒരു പോറൽ പോലെ ശ്രീനിലയം. കാറ്റിൽ ആടി ഉലയുന്ന കൂറ്റൻ വള്ളികൾ, കരിയിലകൾ ചിതറിക്കിടക്കുന്ന നടുമുറ്റം, തെല്ലകലെ സർപ്പക്കാവ്, ഒരരഞ്ഞാണം പോലെ ശ്രീനിലയത്തെ ചുറ്റി വൻ മതിൽക്കെട്ട്, അതിനു മുകളിൽ കൂർത്ത കുപ്പിച്ചില്ലുകൾ, രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന കാവൽക്കാരനെ പോലെ കൂർത്ത മുനകളുമായി പഴകി ദ്രവിക്കാറായ ഒരു ഇരുമ്പ് ഗേറ്റ്, പേടിപ്പെടുത്തുന്ന നിശബ്ദതയുമായി ആരെയോ കാത്ത് ചലനമറ്റ് കിടക്കുന്ന ശ്രീനിലയം. താക്കോൽ താഴിൽ തിരിഞ്ഞു. ഗേറ്റ് കറകറാ ശബ്ദിച്ചു. നിശബ്ദതയെ കീറി മുറിച്ച് ആരുടെയോ പാദപതന ശബ്ദം കേട്ടു. അയാൾ മെല്ലെ മെല്ലെ നടന്നടുക്കുകയാണ്. നടുമുറ്റത്തിന് സമാന്തരമായി ശ്രീനിലയത്തെ പൊതിഞ്ഞ് ഒട്ടേറെ റോസാച്ചെടികൾ, അതിൽ ചോരയുടെ നിറമുള്ള പൂക്കൾ. റോസാപ്പൂക്കൾ മെല്ലെ മെല്ലെ തലയാട്ടി ആഗതനെ സ്വാഗതം ചെയ്തു. അയാൾ നിന്നു. പൂക്കളിലേക്ക് തറച്ചു നോക്കി. ആ കണ്ണുകൾ വിടർന്നു. ചുണ്ടുകൾ മെല്ലെ ചലിച്ചു. ചുണ്ടുകൾക്കിടയിലൂടെ കൂർത്ത പല്ലുകൾ പുറത്തേക്ക് നീണ്ടു. അയാൾ നാക്കു നൊട്ടി നുണച്ചു. പിന്നെ ഒരു റോസാപ്പൂ പറിച്ചെടുത്ത് മണപ്പിച്ചു. കയ്യിലിട്ടത് കശക്കി നടുമുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. കശക്കിയെറിഞ്ഞ പൂവിൻ്റെ ഇതളുകളിൽ അയാളുടെ കനത്ത പാദങ്ങൾ അമർന്നു. അയാൾ ശ്രീനിലയത്തിനുള്ളിലേക്ക് ശബ്ദമുണ്ടാക്കാതെ നടന്നു നീങ്ങി. നിമിഷങ്ങൾ. പെട്ടെന്ന് ശ്രീനിലയത്തിനുള്ളിൽ നിന്നും കിടിലം കൊള്ളിക്കുന്ന ഒരു നിലവിളി ഉയർന്നു. അലറിപ്പിടയുന്ന ഒരു പെണ്ണിൻ്റെ നിലവിളി. സന്തു, തലരുതെന്ന് പറയണ. ആരോടും ഞാൻ ഒന്നും പറയില്ല, ഒന്നും. സന്തു. ശ്രീനിലയത്തിന് മുന്നിൽ അപ്പോൾ ഒരു ചുവന്ന മിനി കൂപ്പർ കാർ വന്നു നിന്നു. കാറിൽ നിന്നിറങ്ങിയ ആൾ ഒരു നിമിഷം ആ ശബ്ദം ശ്രദ്ധിച്ചു. അയാളുടെ ചുണ്ടിൽ ക്രൂരമായൊരു പുഞ്ചിരി വിടർന്നു. അയാൾ പിറുപിറുത്തു. ബിച്ച്. ഗേറ്റ് തുറന്ന് അയാൾ അകത്ത് കയറി. മിനി കൂപ്പർ ശ്രീനിലയത്തിനുള്ളിലേക്ക് കടന്നു. ഇരുവശങ്ങളിലുമുള്ള റോസാപ്പൂക്കൾ ഒരിക്കൽ കൂടി തലയാട്ടി. ചോര നിറമുള്ള പൂക്കളിലേക്ക് നോക്കി അയാൾ പൈശാചികമായി ചിരിച്ചു. പിന്നെ ഓസ് കയ്യിലെടുത്ത് റോസച്ചെടികൾ ഓരോന്നായി നനച്ചു തുടങ്ങി. ശ്രീനിലയത്തെ കിടിലം കൊള്ളിച്ചുകൊണ്ട് അപ്പോഴും ആ നിലവിളി ഉയരുന്നുണ്ടായിരുന്നു. എന്നെ കൊല്ലല്ലേ സന്തു. സന്തു, തലരുതെന്ന് പറയണ. ആരോടും ഞാൻ ഒന്നും പറയില്ല, ഒന്നും. കോളേജിലെ കാർ പോർച്ചിൽ ചുവന്ന മിനി കൂപ്പർ. സന്തോഷ് കുമാർ എന്ന സന്തുവിൻ്റെ കാർ. രാവിലെ കൃത്യം 9:30 ആ കാർ കുതിച്ചു പാഞ്ഞു വരും. അതിൽ നിന്നും വെളുത്ത പാൻസും വെളുത്ത ഷർട്ടും ധരിച്ച സന്തോഷ് കുമാർ പുറത്തിറങ്ങും. ആദ്യം ഓഫീസിലേക്ക്, പിന്നെ ക്ലാസ്സിലേക്ക്. കൃത്യം 1 മണിക്ക് ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാരൻ്റെ മുഖമുള്ള ഒരാൾ ഒരു ടിഫിൻ കാരിയറുമായി കോളേജിലേക്ക് വരും. 10 മിനിറ്റ് കഴിയുമ്പോൾ വന്നതുപോലെ മടങ്ങും. ആരോടും ഒന്നും മിണ്ടില്ല. സന്തോഷ് കുമാറും ഏതാണ്ട് അങ്ങനെ തന്നെ. രണ്ടുപേരും ഒരച്ചിൽ വാർത്തെടുത്തതുപോലെ, രൂപത്തിലല്ല ഭാവത്തിൽ. സന്തോഷ് കുമാർ സുന്ദരനാണ്. പക്ഷേ ടിഫിൻ കാരിയറുമായി വരുന്ന ആൾക്ക് ഡ്രാക്കുള പ്രഭുവുമായി നല്ല രൂപസാദൃശ്യം. വൈകുന്നേരം 4:10 സന്തോഷ് കുമാർ പുറത്തു വരും. ആ കാർ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, ആർക്കും അറിയില്ല. രമ മുഖത്തെ വിയർപ്പ് തുടച്ചു. ഈ കോളേജിൽ ലെക്ചറായി ജോലി കിട്ടിയിട്ട് 1 മാസം തികയുന്നു. എല്ലാവരെയും പരിചയപ്പെട്ടു. പക്ഷേ ഇയാൾ മാത്രം എതിരെ വന്നാൽ പോലും ഒരക്ഷരം ശബ്ദിക്കില്ല. മുഖത്തേക്ക് നോക്കുക പോലുമില്ല. ഈ കോളേജിലെ കെമിസ്ട്രി പ്രൊഫസറാണെന്നല്ലാതെ മറ്റൊന്നും അറിയില്ല. എല്ലാം അറിയണം. അറിയാതെ അയാളെ ഇഷ്ടപ്പെട്ടു പോയല്ലോ. മനസ്സുള്ളിൽ എവിടെയോ ഒരു ജാലകം തുറന്നുപോയി. രമ മെല്ലെ മുന്നോട്ട് നടന്നു. സ്റ്റാഫ് റൂമിൽ നിന്നും ഭാമ പുറത്തേക്ക് വരുന്നുണ്ട്. അവൾക്ക് എന്തൊക്കെയോ അറിയാം. അവൾക്ക് മാത്രമല്ല മറ്റു ചിലർക്കും. പക്ഷെ ആരും ഒന്നും പറയുന്നില്ല. ചോദിച്ചാൽ എങ്ങും തൊടാതെ ഒഴിഞ്ഞു മാറും. എല്ലാവരും എന്തോ മറയ്ക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയണം.
ഭാമ തൊട്ടടുത്തെത്തി മൃദുവായി പുഞ്ചിരിച്ചു. രമ ഹോസ്റ്റലിലേക്കല്ലേ? രമ മെല്ലെ തലയാട്ടി. നടന്നു നീങ്ങുന്നതിനിടയിൽ ഭാമ പറഞ്ഞു. വീട്ടിലെത്തിയിട്ട് അല്പം ജോലിയുണ്ട്, വരട്ടെ? പിന്നാലെ എത്തി രമ പറഞ്ഞു. എനിക്കൊരു കാര്യം അറിയണം. ഭാമ നിന്നു. അവളുടെ മുഖത്തേക്ക് നോക്കി മൃദുവായി രമ കൂട്ടിച്ചേർത്തു. സന്തോഷ് കുമാറിനെ പറ്റി. ഭാമയുടെ മുഖം വിളർന്നത് കണ്ടു. വളരെ പ്രയാസപ്പെട്ട് ഭാവം മാറ്റി ഭാമ പറഞ്ഞു. എനിക്കറിയാവുന്നതൊക്കെ രമയ്ക്കറിയാമല്ലോ. ലാബിൽ ജനിച്ച് ലാബിൽ ജീവിച്ച് ലാബിൽ തന്നെ മരിക്കാൻ പോകുന്ന ഒരു ജീവി. പിന്നെ ഇത്രേ എനിക്കറിയുള്ളൂ. അല്ല, ഇവിടെയുള്ള എല്ലാവർക്കും അയാളെക്കുറിച്ച് എന്തൊക്കെയോ അറിയാം. എനിക്കും അറിയണം. എന്തിന്? വെറുതെ. ആരോടും അധികം ഇടപഴകാതെ നടക്കുന്നവരുടെ എല്ലാം പിന്നിൽ എന്തേലുമൊക്കെ കഥകൾ ഉണ്ടാവാറുണ്ട്. ഭാമ ഒന്നും മിണ്ടിയില്ല. രമ അവളുടെ മുഖത്തു നിന്നും കണ്ണുകളെടുത്തില്ല. രമ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. ഭാമ ആരെയാണ് ഭയപ്പെടുന്നത്? അവളൊന്ന് ഞെട്ടിയെന്ന് തോന്നി. കണ്ണുകളിൽ ഭയം ഉരുണ്ടുകൂടുന്നത് കണ്ടു. ഭാമ മെല്ലെ തിരക്കി. എന്താ നിനക്കപ്പോ ഇങ്ങനൊരു താല്പര്യം തോന്നാൻ? രമ മുഖം കുനിച്ചു. പിന്നെ മെല്ലെ തുടർന്നു. എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമാണെങ്കിൽ. രമ നിർത്തി. ഭാമ ഉൾക്കിടലത്തോടെ പറഞ്ഞു. അരുത് അരുത് രമേ, ഇഷ്ടപ്പെടരുത്. അത് അപകടമാണ്. രമയ്ക്കൊന്നും മനസ്സിലായില്ല. അപകടോ? എന്തപകടം? ഞാനത് പറഞ്ഞുകൂടാ. രമ നേരിയ പുഞ്ചിരിയോടെ ഭാമയെ നോക്കി. നീ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഞാൻ എല്ലാം കണ്ടുപിടിക്കും. ഭാമ മന്ത്രിക്കും പോലെ പറഞ്ഞു. ഇത്രയും ആയ സ്ഥിതിക്ക് ഞാൻ ഒന്നും ഒളിക്കുന്നില്ല. പറയാം. എല്ലാം കേട്ട് കഴിയുമ്പോൾ നീ എന്നെ പരിഹസിക്കരുത്. അയാൾ താമസിക്കുന്നത് ശ്രീനിലയത്തിലാണ്. പച്ച ചായം തെച്ച കൂറ്റൻ ഇരുമ്പ് കെട്ട് എപ്പോഴും അടഞ്ഞേ കിടക്കും. അയാളുടെ മനസ്സ് പോലെ തന്നെ. ഡ്രാക്കുളയുടെ ചായയുള്ള ഒരാൾ മാത്രം ഇടയ്ക്ക് പുറത്തു വരും. അയാൾ ഒരു പക്ഷേ വേലക്കാരനാവാം. പിന്നെ അവിടെ ആരൊക്കെ ഉണ്ടെന്ന് സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. പുറം ലോകവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരേ ഒരു വീട് അത് മാത്രമാണെന്നറിയാം. കാത്രിൻ ആ വീടിനൊരു പേരിട്ടിട്ടുണ്ട്, ഭാർഗവി നിലയം. ഭാമ നിർത്തി. കഥ കേൾക്കുന്ന സ്കൂൾ കുട്ടിയുടെ കൗതുകത്തോടെ രമ തിരക്കി. ആരാണ് കാത്രിൻ? അതിന്റെ ഒരു കൂട്ടുകാരിയാ. AGS ഓഫീസിലെ ഒരു ക്ലർക്കാണ് അവൾ. ശ്രീനിലയത്തിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരെയാണ് അവളുടെ വീട്. രമ ചിരിച്ചു. അപ്പൊ ശ്രീനിലയത്തിൽ പോവാൻ കാതറിനെ കൂട്ടുപിടിക്കാം. ശ്രീനിലയത്തിൽ പോവാനോ? ഭാമ നടുങ്ങിത്തെറിച്ചു. എന്താ പോയാൽ? പോയാൽ പിന്നെ നീ ഒരിക്കലും തിരിച്ചു വരില്ല. രമ ഉറക്ക ചിരിച്ചുപോയി. അതിന് ശ്രീനിലയത്തിൽ താമസിക്കുന്നത് പിശാചുക്കളാണോ? ഭാമ ചിരിച്ചില്ല. അവൾ രമയെ തറച്ചു നോക്കി മെല്ലെ പറഞ്ഞു. കാതറിൻ എന്നോട് ഒരു കാര്യം കൂടി പറഞ്ഞു. അത് പിന്നെ സന്തോഷ് കുമാർ ഒരു മരിച്ച മനുഷ്യനാണെന്ന്. അയാളുടെ കൂടെയുള്ളത് ഡ്രാക്കുള പ്രഭുവാണെന്ന്. സന്തോഷ് കുമാർ ഭാമ പറഞ്ഞതുപോലെ മരിച്ച മനുഷ്യനാണോ? അയാളുടെ കൂടെയുള്ളയാൾ ഡ്രാക്കുള പ്രഭുവാണോ? കഥയുടെ സംഭ്രമജനകമായ ഭാഗങ്ങൾ തുടർന്ന് കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.